ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നായിക്കൊണ്ടാണ് പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ അതിനോട് നീതി പുലർത്തുന്ന ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കോങ്കോയോട് അവർക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. മത്സരത്തിൽ പലപ്പോഴും പോർച്ചുഗലിന് വെല്ലുവിളി ഉയർത്താൻ കോങ്കോക്ക് സാധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ ദയനീയ പ്രകടനമാണ് പുറത്തെടുത്തത്. കണക്കുകളിൽ നിന്നും അത് വളരെ വ്യക്തമാണ്. ഈ മത്സരത്തിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഒന്ന് രണ്ട് അർദ്ധാവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതാവട്ടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പാഴാക്കുകയും ചെയ്തു. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ടാർഗറ്റിലേക്ക് ഷോട്ട് ഉതിർക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ ഡ്രിബിള് പോലും പൂർത്തിയാക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ കീ പാസ് പോലും നൽകാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ മത്സരത്തിൽ 25 ടച്ചുകൾ മാത്രമാണ് റൊണാൾഡോ നൽകിയിട്ടുള്ളത്. 21 പാസുകളിൽ 19 പാസുകൾ അക്യുറേറ്റ് ആയിരുന്നു, 90% അക്യുറസി. ഗ്രൗണ്ട് ഡുവലുകൾ ഒരെണ്ണം പോലും നടത്തിയില്ല. 3 ഏരിയൽ ഡുവലുകൾ, അതിൽ 2 വിജയിച്ചു. 3 തവണയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പൊസഷൻ ലോസ്റ്റ് ആയത്, അഥവാ അദ്ദേഹത്തിന്റെ പക്കലിൽ നിന്നും പന്ത് നഷ്ടമായത്. ഇങ്ങനെയാണ് റൊണാൾഡോയുടെ പ്രകടനത്തിന്റെ കണക്കുകൾ വരുന്നത്. മോശം പ്രകടനമാണ് റൊണാൾഡോ നടത്തിയത് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ആവശ്യമായ ബോളുകളോ അവസരങ്ങളോ ലഭിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡ് പോർച്ചുഗലിനുണ്ട്. പക്ഷെ അവർക്ക് ആ ഹൈപ്പിനോട് നീതി പുലർത്താൻ ഈ മത്സരത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.